താതൻ തിരുകരം തേടിയെത്തി തന്റെ മാറോട് ചേർത്തണച്ചു. താതൻ തിരുകരം തേടിയെത്തി തന്റെ മാറോട് ചേർത്തണച്ചു. സ്തുതിച്ചിടുന്നു നീലവും പരനെ നന്ദിയാം. സ്തുതിച്ചിടുന്നു നീലവും പരനെ നന്ദിയാം. ഭൂമിയും അതിൻ്റെ പുറവും സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. എന്നുകൊണ്ട് നാം ദൈവത്തിന് നന്ദി കൽപ്പിക്കുമ്പോൾ വളരെ വളരെ സന്തോഷമാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ വീട്ടിൽ പാർക്കും ഏറിയ വർഷങ്ങൾ പ്രാർത്ഥിച്ചു നല്ല ഭവനത്തിൽ വേണ്ടി. അവർക്ക് സാമ്പത്തികമായി ഒന്നുമില്ല, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് വീട് പണിയാൻ കഴിയുക എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുവാനിടയായി. മാത്രമല്ല സ്വർഗത്തിലെ മഹാദൈവം വഴി തുറക്കുവാനിടയായി. ഇത്ര എത്തുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടല്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുതലായി, ദൈവത്തിൻ്റെ കൃപയായി. ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലും വളരെ സന്തോഷത്തോടെ ഇതിലേക്ക് പ്രവേശിച്ച് ഇത് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്നിച്ചു കൊള്ളുവാനുള്ള സാഹചര്യങ്ങൾ കൂടെ കണക്കെടുത്താണ് നിങ്ങൾക്ക് നേരിടുവാനിടയായി. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൃപസമയ സ്തോത്രം ചെയ്യും. സ്വർഗ്ഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴുന്നു. ഇന്ന് പകലിൽ വാത്സല്യ ഭവനം തുറന്ന് കർത്താവിൻ്റെ മക്കൾക്ക് പ്രവേശിക്കുവാനുള്ള നൽകുന്ന ഈ സമയം ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വാത്സല്യ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾക്ക് മുൻപായി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനിടയാണ്. കേട്ടതിനായി സ്തോത്രം. സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട്, സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിനുള്ള നാമത്തിൽ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഭവനം വാത്സല്യ മക്കൾക്കായി തുറന്നു കൊടുക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ അകത്തു വരുവീൻ. വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തന്നെ വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താരനം തോണം, മക്കളിൽ കാരുണ്യം താരനം തോണം. മനമേ പരനെ വാഴ്ത്തുക നീ മനമേ. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഈ ഭവന ചമയ്ക്കുവാൻ തമ്മിലുള്ള വാത്സല്യ മക്കളെ സഹായിച്ചതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്ര
അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ കർത്താവ് നൽകുന്നതുകൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്യാം. ഒരു പാട്ടുപാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അനന്തരം തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതായിരിക്കും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കും. പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ജനികരമായ മഴക്കാലം ഈ ഭവനത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷയോടെ ബന്ധത്തിൽ കടന്നുവരുവാൻ സർവശക്തനായ ദൈവം നമ്മിലവരെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ചെയ്യുന്നു. നമ്മുടെ സ്ഥലത്തിൻ്റെ ശുശ്രൂഷകനായ ഈ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന പ്രിയ ഭാഷ കടന്നുവരുവാൻ തക്ക സമയത്തിലായിട്ടുണ്ടല്ലോ. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശുനാമത്തിൽ സ്വാഗതം അർപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവദാസൻ പ്രിയ ജോസഫിക്കാരായി എന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ തിരക്കോടുകൂടിയായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയ ദൈവദാസൻ ഇന്നൊരു കാലം ഇവിടെ നടക്കുന്നതായ ഈ സമർപ്പണ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ദൈവത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാമത്തിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. പ്രിയ പിതാവിനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ആദ്യമായി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് നിർമ്മാണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചെയ്ത് പൂർത്തിയാക്കി അതിൻ്റെ സമർപ്പണത്തിലേക്ക് വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വിശുദ്ധമായ നാമത്തിന് ദർശിച്ചതുപോലെ സ്തോത്രം ചെയ്യുന്നതിലേക്ക് അവസരം ഒരുക്കുന്നതാണ്. ദൈവത്തിന് സകലമഹത്വം അർപ്പിക്കുകയാണ്. ഈ അവസരം ദൈവം എനിക്ക് ഒരുക്കി തരാൻ കടന്നുകൊണ്ടിരിക്കുന്ന ദാസിമാരോടും കുടുംബങ്ങളോടും സ്നേഹത്തെയും നന്ദി ഞാൻ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ ഒരു ചെറിയൊരു ഭവന പണിയുവാൻ സർവശക്തനായ ദൈവങ്ങളെ സഹായിച്ച നന്ദി പറയുന്നു. അത് ദാസം പറഞ്ഞതുപോലെ വളരെ കഷ്ടതയിലൂടെ വേദനയിലൂടെ ഭാരത്തിലൂടെ ശാരീരമായി മനസ്സുമായി കർത്താവിനെ കടന്നുപോയെങ്കിലും അവിടെ എല്ലാം ദൈവനെ കർത്താവിനെ സഹായിച്ചത് മാത്രമേ പറയുവാനുള്ളൂ. അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും ദൈവങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഇവത്തോടെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മകളുടെ ലീവിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ പുറത്തുനിന്ന് ക്രമീകരണം ചെയ്യാനിടയായത്. പിന്നെ അടുത്ത ഒക്ടോബർ മാസത്തിലാണ് അവർക്ക് ലീവുള്ളൂ. അപ്പോൾ തന്നെ മൂത്ത മകന് ലീവ് കിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുത്തു. കഴിയുന്നിടത്തോട് വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിപ്പോൾ കിടക്കുന്ന ഷെഡ് വളരെ മോശമാണ്. എന്തും വളരെ മഴ പെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര ശൈത്യമായതുകൊണ്ട് മഴയ്ക്ക് മുമ്പ് കാര്യം കൂടെ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കും. മഴ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വളരെ ശക്തമായി തുടർന്നു. എങ്കിലും എനിക്ക് വളരെ ഭാരമുണ്ടായിരുന്നു. എല്ലാവരെയും അറിയിക്കുകയും പലരും ചെയ്തതിന് മാറ്റം മറ്റുള്ളവർക്കൊന്നും ഭാരമുള്ള ദൈവത്തിന് ദൈവത്തെ ചിന്തിച്ചു. പ്രത്യേക ആശുപാസത്തോടെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി പറയുകയാണ്. ദാസൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഏറ്റവും നല്ല മുൻപിൽ ഒരു വലിയ ഒരു മരം എന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ മരം 10-25 വർഷം മുമ്പ് അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചത് മാറിയില്ല. ദൈവദാസൻ ഒരു ദിവസവും ഞാനിങ്ങനെ പറഞ്ഞു വീട് പണിയുന്നതിന് മുമ്പ് മരം വെട്ടി മാറ്റിയില്ലെങ്കിൽ അത് ഒരിക്കലും പണിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥന നടത്തിയിട്ട് വേണം വീട്ടിലെ പണി ആരംഭിക്കാൻ. പാസ്സുമാർ നമുക്ക് ഒരുമിച്ചായിരിക്കും ആയിരിക്കും പറഞ്ഞ് പാസ്സു അമ്മാമ്മയെ കടന്നു വന്നു. ഞങ്ങൾ കുടുംബമായിരുന്ന ആവശ്യത്തിനോട് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ മരം വെട്ടി അതിൻ്റെ കൊമ്പറക്കാൻ ആദ്യം ദൈവം സഹായിച്ചു. അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ വീണ്ടും മുറിച്ചു മാറ്റി. അങ്ങനെയാണ് വീടോടെ പണിയാനിടയായ വളരെ
മനസ്സുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നെൽസണിൽ പാടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സഭയുടെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ പാസ്റ്റർ ജാക്കബ് ഈ ഭവനം പ്രാർത്ഥിച്ച് ദൈവങ്ങളിൽ സമർപ്പിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ദൈവദാസനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദിവസത്തിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ കെ വി പൗലോസ്, മുൻ ശുശ്രൂഷനായിരുന്ന പാസ്റ്റർ രാജി ജോസഫ്, കരിയർ പാസ്റ്റർ, പാസ്റ്റർ ജോൺസൺ കാലയ പാസ്റ്റർ കർത്തദാസന്മാരോട് ചേർന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ സ്തുതിക്കുകയും പ്രത്യേക വന്ദനത്തെ അറിയിക്കുകയും ചെയ്തു. ഈ വാത്സല്യ ഭവനത്തിലെ വാത്സല്യ മക്കൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.